നമസ്കാരം. ഉള്ളതുപോലെ പറയുമ്പോൾ മുഖം ചുളിയരുത്. ഞാൻ ബിനു വാഴവട്ടം. ഈ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ട ഒരു അത്ഭുതപ്പെടുന്ന വാർത്തയായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതി പത്തനംതിട്ട കോന്നിയിലെത്തിയപ്പോൾ അവിടെ ഹെലികോപ്റ്റർ താഴാൻ വേണ്ടി ഉണ്ടാക്കിയ ഹെലിപ്പാഡിന് 20 ലക്ഷം രൂപ ചെലവായി എന്നുള്ള ഒരു വാർത്ത. ഇത് കണ്ട് എല്ലാവരും തലയെ കൈവച്ചു പോയി. 20 ലക്ഷം രൂപയോ ഒരു ഹെലിപ്പാഡ് ഉണ്ടാക്കാൻ വേണ്ടി, ഹെലികോപ്റ്റർ താഴാൻ വേണ്ടി 3 ഹെലിപ്പാഡാണ് ഉണ്ടാക്കിയത്. അതും ഒറ്റ ദിവസം രാത്രി കൊണ്ടാണ്. അടിയന്തരമായി ഇറക്കേണ്ടി വന്നതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പേര് ദോഷം ലോകം മൊത്തം അറിയുകയും ചെയ്തു. ഹെലികോപ്റ്റർ തെള്ളിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് ലോകത്തെങ്ങും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അത് കാണാനുള്ള ഭാഗ്യവും പത്തനംതിട്ടക്കാർക്കും പിന്നെ ലോകത്തുള്ള എല്ലാവർക്കും ഉണ്ടായി. ആ നിർമ്മിച്ച ഹെലിപ്പാഡിലാണ് 20 ലക്ഷം രൂപ ചെലവായി എന്ന് പറയുന്ന കണക്ക് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ അതല്ല സംഭവം. ആ വാർത്തയൊക്കെ വന്നു. എന്നാൽ ഇത് ആരാണ് ഇത് നിർമ്മിച്ചത് എന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇനി ഇത് നിർമ്മിച്ചത് പോയിക്കോട്ടെ, ഇതിന്റെ ബില്ല് കൊടുക്കുമ്പോൾ ഇത് പാസ്സാക്കി കൊടുക്കുന്ന പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ട്. ഇവര് പോലും ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അവർ ഇത് പാസ്സാക്കി കൊടുത്തു. ഏകദേശം വെറും 2 ലക്ഷം രൂപ പോലും ചെലവ് വരാത്ത ഒരു നിർമ്മാണമാണ്. കൂടി വന്നാൽ 300 അടി മെറ്റലും ഒരു 150 അടി പാറപ്പൊടിയും ഒരു 25 ചാക്ക് സിമെന്റും വേണ്ടി വരും. ഇത്രയും ഇതിന് ഏകദേശം മെറ്റീരിയൽ വരുള്ളൂ. പിന്നെ ലേബർ കോസ്റ്റ് അറിയാം. ഒറ്റ ദിവസം ഉണ്ടാക്കിയതാണ്. മൂന്ന് ചെറിയ, കൂടി വന്നാൽ ഒരു 15 അടി നീളം ഉണ്ടാവുക, 15 അടി വീതി ഉണ്ടാവും. ഏകദേശമൊക്കെ കൃത്യമായ കണക്കൊന്നുമല്ല ഞാൻ പറയുന്നത്, എനിക്ക് കണ്ട ബോധ്യപ്പെട്ട രീതിയിൽ ഞാൻ പറയുന്നേ ഉള്ളൂ. ഇനി അതല്ല അത് കൂടുതലായി ആണെന്ന് വെച്ചോളൂ. എന്നാൽ തന്നെ ഒരു 2 ലക്ഷം രൂപയ്ക്ക് മേൽ അത് വരില്ല എന്ന് ഏതൊരു മേശരിക്കും അറിയാം, ഏതൊരു കോൺട്രാക്ടർക്കും അറിയാം, ഏതൊരു എഞ്ചിനീയർക്കും അറിയാം. ഇത് കാണാതെ തന്നെ, ഈ ചിത്രം കണ്ടാൽ തന്നെ അറിയാം എത്ര രൂപ കോസ്റ്റ് വരും എന്നുള്ള കാര്യം. പൊതുമരാമത്ത് വകുപ്പിൽ ഇരിക്കുന്ന വലിയ വലിയ എഞ്ചിനീയർമാരുണ്ടല്ലോ, അവരിതൊന്നും കണക്കുകൾ നോക്കിയില്ലേ, എന്നിട്ടാണ് ഈ പൈസ പാസ്സാക്കി കൊടുത്തത്. പക്ഷെങ്കിൽ ഇപ്പോൾ ഈ കണക്കുകളൊക്കെ പാസ്സാക്കി കൊടുത്തവരും ഇത് പണിയാൻ കരാറെടുത്തവനും ഒക്കെ ഉൾവലിഞ്ഞിരിക്കുകയാണ്. ഈ കേസ് തന്നെ ഒതുങ്ങിയിരിക്കുകയാണ്. കാരണം ഈ വാർത്ത വന്ന തൊട്ട് പിന്നെ തന്നെ ഇത് പൊളിച്ചു മാറ്റി എന്നുള്ളതാണ്. ഒരു തെളിവ് ഇല്ലാതാക്കാൻ വേണ്ടി ഇത് പൊളിച്ചു മാറ്റി. ഇനി അവിടെ കൊണ്ട് തീരുന്നില്ല. ഇതിൽ വിവാദമാകാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ എന്താണ് ചെയ്യുന്നല്ലേ, പോറ്റിയെ കയറ്റിയ പാട്ടിന്റെ പിന്നാലെ എല്ലാവരും പോയപ്പോൾ ഈ പറയുന്ന ഹെലിപ്പാഡ് നിർമ്മിച്ച കണക്കുകളൊക്കെ മൂടിപ്പോയി. ഇല്ലെങ്കിൽ അത് വിവാദമാവുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. അങ്ങനെ പോറ്റിയെ കയറ്റിയ പാട്ടിന്റെ പിന്നാലെ ജനങ്ങളുടെ ശ്രദ്ധ കളഞ്ഞു. ഈ 20 ലക്ഷം രൂപ അടിച്ചു മാറ്റി എന്നുള്ളത് തന്നെ പറയാം. ആരും അറിയാതെ തന്നെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന നിർമ്മിച്ച 3 ഹെലിപ്പാഡുകൾ പൊളിച്ചു കളയുകയും ചെയ്തു. തെളിവുകൾ നശിപ്പിച്ചു. എന്തായാലും ശരി, ഇന്ത്യൻ രാഷ്ട്രപതി വന്നിറങ്ങിയാണ്. രാഷ്ട്രപതിയെ കളിയാക്കുന്നതിന് തുല്യം തന്നെയായിരുന്നു ഈ കണക്കുകളൊക്കെ. സത്യത്തിൽ നടപടി എടുക്കേണ്ടത് ഇത് നിർമ്മിച്ച കരാറുകാരനും ഒപ്പം തന്നെ പൊതുമരാമത്തിൽ ബില്ല് പാസ്സാക്കി കൊടുക്കാൻ തയ്യാറായ ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. പൊതുമരാമത്തിലെ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഇത് പരിശോധന നടത്തിയില്ല? അവരെന്തുകൊണ്ട് ഇക്കാര്യം പുറത്തു പറഞ്ഞില്ല? വാർത്ത വന്ന ശേഷമാണ് ഇത് പുറം ലോകം അറിയുന്നതും ഇപ്പോൾ പത്തനംതിട്ടയിലെ ജില്ലാ കളക്ടർ ഇത് അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇങ്ങനൊരു വാർത്ത വന്നില്ലായിരുന്നുവെങ്കിൽ ഈ 20 ലക്ഷം രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമായിരുന്നു. ഇതിന്റെ പിന്നിൽ വലിയൊരു മാഫിയ തന്നെയുണ്ട്. വലിയ ഈ കരാറുകാർക്ക് വലിയ തുക കോട്ട് ചെയ്തിട്ട് അതിന്റെ കമ്മീഷൻ പറ്റിയെടുക്കുന്ന വലിയൊരു മാഫിയ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പൊതുമരാമത്തിലെ എഞ്ചിനീയർമാർക്കും അറിയാം. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഒരു വലിയ മാഫിയയാണ് ഇപ്പോൾ ഈ കരാറുകൾക്കൊക്കെ പിന്നിലുള്ളത്. മിക്ക സ്ഥലത്തും ഈ കരാർ പണികൾ, പ്രത്യേകിച്ച് VVIP വരുന്ന പെട്ടെന്ന് നിർമ്മിക്കുന്ന പണികൾക്കൊക്കെ യാതൊരു വിധമായ മുൻകൂട്ടിയുള്ള കരാറുകൾ കൊട്ടേഷൻ ക്ഷണിക്കാറില്ല. പെട്ടെന്ന് തന്നെ പണിയാൻ പറയും. അതിന് പറയുന്ന പൈസയ്ക്ക് 3-4 ഇരട്ടി ഇവർ കൊടുക്കുകയും ചെയ്യും. കാരണം ഇത് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 20 ലക്ഷം രൂപ ഹെലികോപ്റ്റർ പറന്നു കയറുന്ന വായുവിൽ പോയ മാതിരി വായുവിൽ പോയി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് അടിച്ചു മാറ്റിയവർക്കെതിരെ നടപടി ഉണ്ടാകണം. അല്ലെങ്കിൽ പോറ്റിയെ കയറ്റിയ പാട്ടിന്റെ പിന്നാലെ നടന്നുകൊണ്ട് ഈ 20 ലക്ഷം രൂപ അടിച്ചു മാറ്റി കൊണ്ടുപോയവന്മാരെ രക്ഷപ്പെടുത്താനായി ശ്രമിക്കരുത്.